പറയുന്നത്. നിങ്ങൾ ചോദിച്ചത് എന്താണ്? മനുഷ്യ കഴിവിന്റെ അതീതമാണോ അല്ലേന അല്ലേ? അതീതം ആണ് എന്ന് പറഞ്ഞു. എന്താ കാരണം? അത് ആമായ പ്രയോഗമാണ്. ഭൗതികവും അഭൗതികവും പെടും. അഥവാ ആമാണ്. ആമാണോ അല്ലേന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ആമാണ് എന്ന് പറഞ്ഞു അല്ലേ? ആമാണ് എന്ന് പറയുമ്പോ എന്തായി? ഭൗതികം പെട്ടു, അഭൗതികം പെട്ടു. ഈ കുപ്പിമക്ക് തിരിയേണ്ട, അല്ലാത്തോടത്തേക്ക് തിരിയേണ്ട. നിങ്ങൾ പെട്ടിരിക്കുന്നു. രണ്ടും സമ്മതിച്ചു. അല്ലെ ഖാസാന്ന് പറയും. അത് ഖാസാണെന്ന് പറയട്ടെ. ഖാസാണെന്ന് പറയും. ആമോ ഖാസോ മറുപടി ആമോ ഖാസോ ഇസ്തിസ്ഖാഇ എന്ന ആ പ്രയോഗം, ഇസ്തിസ്ഖാഇ എന്ന ആ പ്രയോഗം, ഇസ്തിസ്ഖാഇ എന്ന ആ പ്രയോഗം അത് ആമാണോ ഖാസാണോ? ആമാണോ ഖാസാണോ? അതീതമാണോ അല്ലേന്ന് ചോദിച്ചപ്പോ അതീതമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു. എന്താണ് കാരണം? അത് ആമിനെ എല്ലാം ഉൾക്കൊണ്ടു. ഭൗതികവും പെട്ടു, അഭൗതികവും പെട്ടു. ആമാണ്. അത് ആം അല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഖാസാണ് എന്ന അഭിപ്രായമുണ്ടോ? ഖാസാണെങ്കിൽ പെടൂല, ഖാസാണെങ്കിൽ പെടൂല, ആമാണെങ്കിൽ പെടും. അപ്പൊ അത് ആമാണോ ഖാസാണോ? രണ്ടിലൊന്ന് പറയട്ടെ. ഇപ്പം ചോദ്യത്തിനെല്ലാം മാറി ആമോ ഖാസോ എന്നുള്ളടത്തിലെത്തി. അതല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവേണ്ട. അതല്ല മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൗമ് വെള്ളത്തിന് ചോദിച്ചതിനെ പറ്റി തർക്കമില്ല എന്ന് മൂസ ഇവിടുന്ന് പറഞ്ഞാണ്. അതല്ല ഞങ്ങൾക്ക് കിട്ടേണ്ട മറുപടി. ഇവിടെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു മുഹിയത്തി ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് തുടങ്ങി നിങ്ങളും ഞങ്ങളുമായിട്ട് തർക്കത്തിലുള്ള ഇസ്തിഗാസയാണ് ചോദിച്ചതെന്ന് ആദ്യമേ പറഞ്ഞു. പക്ഷേ നിങ്ങളിപ്പോ ഒരുപാട് വിശദീകരിച്ച് ആമോ ഹാസോ ഇങ്ങ് പറയാന്ന. അപ്പൊ എന്റെ ചോദ്യത്തിന് നിങ്ങൾ പൂർണ്ണമായി മറുപടി പറഞ്ഞില്ല. നിങ്ങൾ കുഞ്ഞീത് മദനിയുടെ ബുക്ക് വായിച്ചപ്പോ ഞാൻ ചോദിച്ചു മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ? ആണെന്നും വരും അല്ലാന്നും വരും. നിങ്ങൾ മറുപടി പറഞ്ഞു. ഞാനിവിടെ വെള്ളത്തിന് ചോദിച്ചു അത് മനുഷ്യ കഴിവിന് അതീതമാണോ അല്ലയോ? അതും ആണെന്നും അല്ലെന്നാണോ മറുപടി? എന്താ നിങ്ങൾ മറുപടി പറയും? അപ്പൊ മൂപ്പർക്ക് എന്താ? മൂപ്പര് കരുതിയ മറുപടി ഞാൻ പറയണില്ല എന്നാ ടെൻഷൻ. അതിനിപ്പോ എന്താ ചോദിച്ചു? മൂപ്പര് ചോദിച്ച ചോദ്യത്തിനല്ല മറുപടി പറയേണ്ടത്. ഇത് നോ സ്മോക്കിംഗ്, മുണ്ടി പോകരുത്. ഒരാൾ അർത്ഥം വെക്കാൻ എന്തായാലും മാറില്ലല്ലോ. അപ്പൊ ആമോ ഖാസോ എന്ന് പറയുന്നതിനാ ഇപ്പൊ പ്രശ്നം. ആമോ ഖാസോ എന്നാണ് എന്താ പ്രശ്നം? അതന്നെ ഇവിടെ വിഷയം. അഥവാ അതിപ്പോ തിരിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി മൗലവിക്ക്. കാരണം ആമ് എന്ന് പറഞ്ഞാൽ ഭൗതികവും പെട്ടു, അഭൗതികവും പെട്ടു. ഇത് ഭൗതികമാണോ അല്ലേന്ന വിഷയം. അപ്പൊ ഭൗതികവും പെട്ടു, അഭൗതികവും പെട്ടു. ആമ് പൊതു എന്ന് പറഞ്ഞ ഖാസ് എന്ന് പറഞ്ഞാൽ ഭൗതികേ പെട്ടുള്ളൂ. ഈ മൗലവി നേരത്തെ പറഞ്ഞു ഖാസാണ്, അതായത് മുമ്പിലുള്ളവർക്ക് മാത്രമാണ്. നമ്മൾ പറയുന്നു ഇപ്പൊ ഈ മൗലവി പറഞ്ഞു ആമാണ്. നിങ്ങൾക്ക് കുട്ടികളെ ഒന്ന് തീരുമാനത്തിലെത്തി വന്നാ പോരെ. അയാൾ നേരത്തെ പറഞ്ഞത് ഇത് ഖാസാണ്, മുമ്പിലുള്ളവരോടാണ്, അത് ഭൗതികമാണ്. ഇയാൾ പറയുന്നതാണ് അത് ആമാണ്. അല്ല നിങ്ങൾ പറയും അത് ആമാണ്, ഭൗതികവും അഭൗതികവും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ആമാണല്ലേ? അതല്ല ഖാസാണ് എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്, പ്രത്യേകമാണ് എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്. എങ്കിൽ അതിനുള്ള ദലീലടക്കം പറയും. ഖാസാണ് പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ ഈ മൗലവി വരെ മുമ്പിലുള്ളവരോടാണ് ഖാസാക്കിയിട്ട്, ആ മൗലവി വരെ ആമാണ്. രണ്ടു കൂട്ടരും ഒന്നിച്ച് ഒരു തീരുമാനത്തെത്തി എല്ലാത്തും ചിഹ്നം ചെയ്താനമാർക്ക് എല്ലാതും ഇങ്ങനെ തർക്കത്തിലായാലോ? വന്നിരുന്ന് മുമ്പിലിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടും പറഞ്ഞാലോ? അതല്ലല്ലോ മാന്യത. അപ്പൊ ഇങ്ങനെ തീരുമാനത്തിലെത്തണം. അപ്പൊ വിഷയം നിങ്ങൾ അതീതമാണോ അല്ലേന്ന് ചോദിച്ചു, അഥവാ ഭൗതികമാണോ അല്ലേന്ന് ചോദിച്ചു, ഭൗതികമാണോ അഭൗതികമാണോ എന്ന് ചോദിച്ചു. മറുപടി എന്താണ്? അഭൗതികവും ഭൗതികത്തെയും കുറിക്കുന്ന ആമായ പ്രയോഗമാണ്. അപ്പൊ അത് ആമല്ലേന്ന് വെച്ചപ്പോ പിന്നെ പെട്ടത് സുബ്ഹാനക ഇൽമലനാ ഇല്ലാ മാ അല്ലംതന പറഞ്ഞു പെട്ടല്ലോ റബ്ബേ. നേരത്തെ കുറച്ച് കുഞ്ഞുട്ടികളോടെ കയ്യടിച്ചുണ്ടായിരുന്നു. കുട്ടികളെ കയ്യടിക്കലേ ശൈത്താന്റെ പരിപാടിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി ഖുർആനിന്റെ ഹദീസ് ഉണ്ട്. അത് പണ്ട് ഇബ്ലീസ് ദാറുന്റെ ദിവസത്ത് വന്ന പോലെ ഇതിന്റെ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടാണ് അള്ളാഹു വേല. പോട്ടെ, ഞാൻ ആ വിഷയത്തിൽ കടക്കണില്ല. അതോടെ ആഭ്യന്തര പ്രശ്നമാണ്. കയ്യൊട്ടൽ എന്താ നേതാവ് പറയുമ്പോൾ കെട്ടണല്ലോ. ഈ ശൈത്താന്റെ പരിപാടിയാണ്. അപ്പൊ അതൊന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വേറെ വിഷയം. അപ്പൊ കയ്യൊട്ടരുതല്ലേ? അത് ശൈത്താന്റെ പരിപാടിയാണ്, വേറെ വിഷയം. അപ്പൊ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ അതീതം ആണോ അല്ലേന്ന് ചോദിച്ചു, ഭൗതികം ആണോ അല്ലേന്ന് ചോദിച്ചു. അത് ഭൗതികവും അഭൗതികത്തെയും ഉൾക്കൊള്ളുന്ന ആമാണ് എന്ന് പറഞ്ഞു. അല്ല ഖാസാണ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ തെളിവടിസ്ഥാനത്തിൽ പറയണം. പറയും ആൾക്കാർക്കൊക്കെ തിരിയുന്നുണ്ട് കാരണം മനസമാധാനം ഉണ്ടായ പോരാ. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. കൊടുക്കും മൗലവിന്റെ അടുക്ക് ചോദ്യം ഭൗതികമാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. അതുകൊണ്ട് തർക്കത്തിലിരിക്കുന്ന നിങ്ങൾ സമ്മതിച്ചില്ലേ? ചോദ്യം ഭൗതികമാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിലുള്ള ഇങ്ങോട്ട് നോക്കി. ചോദ്യം ഭൗതികമാണ് നമ്മൾ സമ്മതിച്ചോ? ഭൗതികവും അഭൗതികവും ഉൾക്കൊള്ളുന്ന ആമാണ് എന്ന് പറഞ്ഞത്. ഇയാൾ ഉത്തരം വിശദീകരിച്ചു, ഞാൻ ഉത്തരം വിശദീകരിച്ചു. എന്താ കുഞ്ഞുട്ടിയെ തലന്റെ ഉള്ളില്? അല്ല